ചില കാര്യങ്ങൾ നമ്മളെ തകർക്കുന്നത് നമ്മളെ എവിടെ കൊണ്ടുപോയാലും നമ്മോടൊപ്പം പോകുന്ന നമ്മുടെ തന്നെ വാക്കുകളാണ്. ആരോടും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരു കുഴിമാടത്തിലേക്ക് തന്നെ കുടിയേറുന്നത് പോലെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആചാര്യ ചാണക്യൻ മുന്നറിയിച്ചു പറയുന്ന തല പോയാൽ പോലും പറയാൻ പാടില്ലാത്ത 5 രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഒരു മനുഷ്യന്റെ അന്തസ്സും വിജയവും ഈ 5 കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ ആശ്രയിച്ചിരിക്കുന്നു. ചാണക്യൻ പറഞ്ഞ ആദ്യത്തെ രഹസ്യം: നിങ്ങളുടെ കുടുംബത്തിലെ ഗൂഢവിഷയങ്ങൾ. ഫാമിലി സീക്രറ്റ്സ്. അകത്തുള്ള തർക്കങ്ങൾ പുറത്തു പറഞ്ഞാൽ വീടിന്റെ മതിൽ ഇടിഞ്ഞുപോകും എന്നത് ചാണക്യന്റെ ദൃഢമായ ഉപദേശമാണിത്. നമ്മുടെ വീടിനകത്തെ പ്രശ്നങ്ങൾ, ബന്ധുവഴികളുടെ വഴക്കുകൾ, പിതാവിന്റെ കടമെടുപ്പ്, അമ്മയുടെ ആരോഗ്യം, സഹോദരന്റെ പിശകുകൾ, ഇവയെല്ലാം നമ്മുടേതായ സ്വകാര്യതയാണെന്നും അത് പുറത്തു പറയുന്നത് കുടുംബത്തെ അപമാനിക്കുന്നതായാണെന്നും അദ്ദേഹം പറയുന്നു. ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ അത് ഉപയോഗിച്ച് നിങ്ങളുടെ വീടിനെ ആക്രമിക്കും. ചിലർ അനുഭവങ്ങൾക്കായി കേൾക്കാമെന്ന് തോന്നിപ്പിക്കും. എന്നാൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഭ്രാന്തു പൊന്തിയ ചിത്രം പടുത്തുയർത്തും. ഓർമ്മിക്കുക, ആരും പരിപൂർണമായ കുടുംബത്തിൽ ജീവിക്കുന്നില്ല. പിഴവുകളില്ലാത്ത ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ല. പക്ഷേ അത് വെളിച്ചത്തിലേക്ക് വലിച്ചെടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം മതിലുകളിൽ ചിറകെടുത്തുന്നത് പോലെയാകും. 2. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്. നിന്റെ സമ്പത്തും ദാരിദ്ര്യവും മാത്രം അറിയേണ്ടത് നീ മാത്രമാണ് എന്ന് ചാണക്യൻ പറയുന്നു. ഒരാളുടെ ധനസാമ്പത്തിക വിവരങ്ങൾ തുറന്നു പറയുന്നത് ഭീഷണികളെയും ചൂഷണങ്ങളെയും ക്ഷണിക്കുന്നു. നിങ്ങളുടെ എത്ര വരുമാനമുണ്ടെന്നും എത്ര കടമുണ്ടെന്നും എത്ര സ്വത്ത് കൈവശമുണ്ട് എന്നൊക്കെ അറിയുന്നത് ചിലർക്കുള്ള ഉല്ലാസം മാത്രമല്ല, പകരം നിങ്ങളുടെ ദാരിദ്ര്യത്തെ പരിഹസിക്കാൻ ചിലർക്കും നിങ്ങളുടെ സമ്പത്തിനെ ഹേടപ്പെടുത്താനും ഒളിഞ്ഞ സുതാര്യമാക്കാനും ചിലർക്കും അവസരമാകും. നിങ്ങളുടെ പണമിടപാടുകൾ, ലാഭനഷ്ടങ്ങൾ, ഉദ്ദേശങ്ങൾ എല്ലാം എത്ര പരിമിതമായി പങ്കുവച്ചാലും അതാണ് സുരക്ഷിതം. ഒരാൾ പണമില്ലെന്ന് പറഞ്ഞാൽ അവനോട് സ്നേഹിക്കുന്നവരുടെ സംഖ്യ കുറയും. പണം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യക്കാരുടെ കൂട്ടം കൂടും. അഭിമാനമോ നിരാശയോ ഏതാണെങ്കിലും ധനം മനസ്സിന്റെ രഹസ്യമായിരിക്കട്ടെ. പുറത്തു പറഞ്ഞാൽ അതൊരു വിലയേറിയ ആയുധമാകും മറ്റു ചിലരുടെ കയ്യിൽ. 3. നിങ്ങളുടെ ഭാവനകളും ആഗ്രഹങ്ങളും. ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഡ്രീംസ്. നിന്റെ അടുത്ത ചുവടുവെപ്പ് തുറന്നു പറഞ്ഞാൽ ശത്രുക്കൾക്ക് വഴി തെളിയിക്കുന്നത് പോലെയാണ് എന്ന് ചാണക്യൻ മുന്നറിയിച്ചു പറയുന്നു. നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ, മനസ്സിൽ സ്നേഹിച്ചു വളർത്തുന്ന ലക്ഷ്യങ്ങൾ, അവ പങ്കുവയ്ക്കുന്നത് പലപ്പോഴും അതിനെ നശിപ്പിക്കുന്നവരെ ക്ഷണിക്കുകയാണ്. പലരും തുറന്ന മനസ്സോടെ കാണുന്നില്ല. ചിലർ ജലസി, എൻവി കൊണ്ടും പലരും കമ്പറ്റീഷൻ കൊണ്ടും ആ സ്വപ്നത്തെ തകർക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ദൃഢനിശ്ചയം അത്ര ദൃഢമായിരിക്കുമോ അവർ പറയുന്ന സംശയങ്ങൾ എതിർക്കാൻ? സ്വപ്നങ്ങൾ വളരേണ്ടത് സുരക്ഷിതമായ അടുക്കളയിലാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം. മൂലികം എന്നതുപോലെ നമുക്ക് വളർത്തേണ്ടത്. അതിന് പാതി വളർന്നതിന് മുൻപ് തന്നെ ആരോടും പറഞ്ഞാൽ പലരും കുത്തിയെറിഞ്ഞും ചിരിച്ചു തള്ളിയും അതിനെ ചെറുക്കും. ആകെയുള്ളത് നടത്താനുള്ള വഴി തെളിയിച്ചതിന് ശേഷം മാത്രമാണ് ലോകത്തോട് പറയേണ്ടത്. 4. നിങ്ങളുടെ ആത്മദൗർബല്യങ്ങൾ. പേഴ്സണൽ വീക്ക്നെസ്സസ്. തൻ്റെ ശരീരത്തിലെ മറഞ്ഞ മുറിവ് മറ്റൊരാളെ കാണിച്ചാൽ അതിലേക്ക് വിരൽ കൊണ്ട് ചൂണ്ടലാകും എന്ന് ചാണക്യൻ പറയുന്നു. മനുഷ്യൻ്റെ ആത്മദൗർബല്യങ്ങൾ: ഭയം, ആത്മവിശ്വാസക്കുറവ്, ഹീനബോധം, അസൂയ, വികാരങ്ങൾ, ഈ എല്ലാ അപരിപക്വതകളും കുറച്ചാളുകളെ കൂടാതെ വെളിപ്പെടുത്തരുതെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു. നമ്മൾ എന്തു കാര്യത്തിൽ എളുപ്പത്തിൽ തളരുന്നു, ആരോടാണ് വിദ്വേഷം, എന്താണ് നമ്മൾ ഭയപ്പെടുന്നത്, ഇവ പറഞ്ഞു തരും. ചിലർ അതിൻ്റെ മേൽ കയറി നിന്ന് നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഒരു ചെറിയ പരാജയം പോലും പുറത്തു പറഞ്ഞാൽ ചിലർ അതിനെ നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തോടൊപ്പം കെട്ടിവായിക്കും. അതുകൊണ്ടാണ് ശക്തന്മാരെ ഓർക്കുമ്പോൾ അവർ ഭയങ്ങൾ പറയാറില്ല, പകരം അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. നമ്മുടെ മനസ്സിൻ്റെ ആന്തരികമായ പോരായ്മകൾ നമ്മൾ തന്നെ തരണം ചെയ്യണം. മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അവ കടന്നുകയറുന്നത് അതൊരു വെടിയുണ്ട പോലെ പ്രവർത്തിക്കും. 5. നിങ്ങളുടെ ദാമ്പത്യ മനസ്സിലുള്ള ഗൂഢവിഷയങ്ങൾ. സീക്രറ്റ്സ് ഇൻ മാരീഡ് ലൈഫ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണം ആത്മസംസാരമാണ്. അതിൻ്റെ ഗുണവും ദോഷവും പുറത്തു തറഞ്ഞാൽ തന്നെ ക്ഷീണമാകും. ചാണക്യൻ അറിയിച്ചിരുന്നു, വിവാഹിതരായവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, സംശയങ്ങൾ, മനസ്സിലാവാത്തതുകൾ, അത് മൂന്നാമനൊരാളോട് പങ്കുവയ്ക്കുന്ന വൃത്തികൾ ബന്ധത്തെ ദീർഘകാലത്തേക്ക് വിഷം പകരും. ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് സാധാരണമാണെങ്കിലും അതിന് പരിഹാരമെത്തേണ്ടത് അകത്ത് തന്നെയാണ്. പുറത്തുനിന്നുള്ള കയ്യേറ്റം അത് നശിപ്പിക്കും.
നമ്മുടെ സ്വകാര്യ ബന്ധങ്ങൾ മറ്റുള്ളവർക്കായി പ്രദർശിപ്പിക്കുമ്പോൾ അവർ അതിന് വിധിയാകും. അതുകൊണ്ട് തന്നെ ജീവിത സംഘാളിയുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ, സംശയങ്ങൾ, സംവേദനങ്ങൾ അതൊക്കെയും നമ്മുടേത് തന്നെ ആയിരിക്കട്ടെ. മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ജീവിതം നയിച്ചാൽ അതത് ബന്ധം പാവമായ തലയിണയിലേക്ക് മാറും. ചാണക്യൻ പറഞ്ഞത് വെറും ആചാരങ്ങളോ പുരാതന ചിന്തകളോ അല്ല. അവ നമുക്ക് ജീവിതത്തിൽ ഒഴിക്കാനാവാത്ത ഓർമ്മപ്പെടുത്തലുകളാണ്. ഒരുവന്റെ വിജയം എന്നത് എന്താണ് അവൻ പറയുന്നത് എന്നതിലും ഏറ്റവും പ്രധാനമായി എന്താണ് പറഞ്ഞില്ല എന്നതിലുമാണ്. നമ്മുടെ നിശബ്ദത ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധമാണ്. ഇവിടെ പറഞ്ഞ 5 രഹസ്യങ്ങൾ, കുടുംബം, സാമ്പത്തികം, സ്വപ്നങ്ങൾ, ദൗർബല്യങ്ങൾ, ദാമ്പത്യ സംസാരങ്ങൾ, ഇവ സൂക്ഷിക്കുമ്പോഴാണ് ജീവിതം ശാന്തവും സുരക്ഷിതവുമായി തീരുന്നത്. നമുക്കുറപ്പ് വേണം, നമുക്ക് വിജയം വേണം, പക്ഷേ അതിനു മുൻപായി നമുക്ക് ജാഗ്രത വേണം. നിങ്ങളുടെ ജീവിതത്തിലെയും ഈ രഹസ്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടു പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സന്ദേശം പകർന്നു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉറ്റവർക്കാണ്, നിങ്ങളുടെ സുരക്ഷയ്ക്കും വിജയത്തിനും വേണ്ടി. നന്ദി, നമസ്കാരം.